ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ദിവസമാട്ടോ. കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് നിന്നായിരുന്നു. ബട്ട് ഇന്ന് നോക്കുമ്പോൾ ഇന്നലെ തീരെ ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ചായയും കുടിച്ച് കിടന്നുറങ്ങിയതാണ്. കിടന്നുറങ്ങി എണീക്കുമ്പോൾ കാണുന്നത് നല്ല മഴ. രാവിലെ വന്ന കാലാവസ്ഥയല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ വീണ്ടും പഴയതുപോലെ തന്നെ മഴ കനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പഴയതുപോലെ ഇല്ല, എന്നാലും ഒരു ചൊറിഞ്ഞ മഴ പോലത്തെ. അതുകൊണ്ട് തന്നെ നല്ല മടി പിടിക്കാൻ തുടങ്ങി. എങ്ങോട്ട് പോകാനുള്ള മൈൻഡും ഇല്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ കിടന്നുറങ്ങാമെന്ന് ചോദിച്ചു. ബട്ട് കിടന്നിട്ടിട്ട് ഉറക്കം വരുന്നില്ല, ക്ഷീണമായിട്ട് പോകുന്നുമില്ല, ഒരുമാതിരി അവസ്ഥയായി. അങ്ങനെ ഉച്ച വരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് പിന്നെയും ഇറങ്ങി. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞൊരു 4 മണിയാകുമ്പോൾ അമ്മ വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്. അതൊരു മാൻഡറ്ററി ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും ഉള്ളത്. പിന്നെ എന്തായാലും ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂട്ടി എടുത്ത് പോകുന്നത് അത്ര നല്ലതല്ല. എന്തായാലും വരുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ വെച്ച് കാർബൺ എടുത്തിട്ട് തന്നെ പോകാം. നമ്മൾ പഞ്ച് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാർബൺ എപ്പോഴും ഡെയിലി യൂസിന് എടുക്കേണ്ടി വരുന്നത്. പഞ്ച് ഫാദർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കൂത്തുപറമ്പേക്ക് വിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ KCBയിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡ്യൂട്ടി ഉള്ള ടൈമാണെങ്കിൽ മഴ വരുന്നത് കണ്ടുവിടാം, കാരണം പണി അത്രക്കും ഉണ്ടാവും. ബട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസമാണ് മഴയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രസമായിട്ടാണ്. വീട്ടിൽ കിടന്നുറങ്ങുക, ഒരു പണിയും ഇല്ലാണ്ട് കിടന്നുറങ്ങുക, ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, ഇതന്നെ വേറെ പണി. പിന്നെ ഇത് ഞാൻ കുറച്ച് ദിവസം തന്നെ കാണിച്ചിട്ടില്ലേ, എത്രയോ കാലമായിട്ട് എന്താ പറയുക, ഇതിലോട്ട് വണ്ടി പോയി എപ്പോഴും ചളിയാണ്. ഇതുകൊണ്ടാണ് എനിക്ക് കാർ ഒന്നാമത് മഴക്കാലത്ത് കഴുകാനേ മൈൻഡില്ലാത്തത്. കാരണം എത്ര കഴുകി പോളിഷിട്ട് ടയറൊക്കെ പോളിഷിട്ട് വെച്ചാലും ഒരിക്കൽ ഈ വണ്ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൊത്തം ചളിയായിരിക്കും. കാരണം ഒന്നാമത് ലോ പ്രൊഫൈൽ ടയറാണ്. അതുകൊണ്ട് തന്നെ സൈഡിലും ഫുൾ അലോയ്സിലും എല്ലാം നല്ല രീതിക്ക് ചളി വരും. അപ്പോൾ ആ ഒരു മൂടങ്ങ് പോയി കിട്ടും, അത്രയും കഷ്ടപ്പെട്ട് കഴുകി കഴിഞ്ഞാൽ. ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് റോഡ് ടാറിങ്ങാണ്. പക്ഷെ റോഡ് ടാറിങ്ങാണെങ്കിൽ ഇങ്ങോട്ട് വീടുകളുണ്ട്. അപ്പോൾ അവരെല്ലാം സപ്പോർട്ടും കാര്യങ്ങളും എല്ലാവരും കൂടി തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം ഇവിടെ വീടുകളൊന്നും ഇല്ല, എൻ്റെ വീട് മാത്രമേ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ട് നല്ല പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഹോം ടൗൺ എത്തുമ്പോൾ തന്നെ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ കാർ എടുത്ത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ട് അമ്മേനെ എപ്പം പിക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള കാര്യം, അവിടുന്ന് കണ്ണൂരിൽ നിന്നാണ് വരേണ്ടത്. കണ്ണൂർ എൻ്റെ ഹോം ടൗണിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല, കൂത്തുപറമ്പ് ടൗണിലേക്കാണ് ഉള്ളത്. കൂത്തുപറമ്പ് ടൗണിലെത്തിക്കഴിഞ്ഞാൽ പിന്നെയും ബസ് മാറി കയറിയെന്ന് വെച്ചാൽ ശരിയായ ചടങ്ങാണ്. കാരണം അവിടുന്ന് പിന്നെ സ്കൂൾ ടൈം വിട്ട ടൈമാവും നല്ല തിരക്കായിരിക്കും. പിന്നെ അവിടെ അവിടുന്ന് പിന്നെയും ഓട്ടോയിൽ വരേണ്ട കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഡെയിലി കൂട്ടാൻ പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നങ്ങനെ ഞാനങ്ങനെ കൂട്ടാൻ പോയി. പിന്നെ വിചാരിച്ചു എന്തായാലും വീട്ടിൽ തന്നെയാണ്, വേറെ ഇടയിൽ ഇറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല ചായയൊക്കെ കുടിച്ച്, ഞാൻ അധികവും വീട്ടിൽ ചായയൊക്കെ കുടിക്കാൻ ഉണ്ടാവാറില്ല. കാരണം ഈ ഒരു ടൈമാകുമ്പോൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകും, എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കാൻ വേണ്ടി. അങ്ങനെ ഇന്ന് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നല്ല ചായക്കടി വാങ്ങിക്കാമെന്ന് വെച്ചാൽ അമ്മേനോട് പറഞ്ഞു. ചായക്കടിയൊക്കെ വാങ്ങിച്ച് വീട്ടിലിരിക്കാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ചായക്കടിയും വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് വീട്ടിലേക്ക് കുറച്ച് സാധനം കൂടി വാങ്ങിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെന്തായാലും കാറെടുത്ത് വന്നു കഴിഞ്ഞാൽ ശരിയായ ചടങ്ങായിരിക്കും. ഇറങ്ങാനൊക്കെ മടിയാണ്, ഒന്നാമത് മഴയാണ്. പിന്നെ ഇറങ്ങി പോകാനുള്ള ശരിയായ ചടങ്ങ്. പിന്നെ സ്കൂൾ വിട്ട ടൈം കൂടി ആയതുകൊണ്ട് തീരെ ഇറങ്ങില്ല ഞാൻ. പിന്നെ എൻ്റെ വീട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചയിലാട്ടോ ഈ ഒരു ഊഞ്ഞാലിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഇപ്പം ഞാനിരുന്നിരുന്ന് മടുത്ത്, പുതിയൊരാൾക്ക് വന്നിരിക്കാനാണെങ്കിൽ നല്ല വൈബാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടുത്തെ ചെടികളൊക്കെയാണിത്. ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല മഴയുണ്ട്, അധികം ചെടികളിൽ പൂക്കളൊന്നും പൂത്ത് നിൽക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ടൈമാണ് നല്ല രസമായിട്ടാണ് കാണാൻ, ഈ മരമുല്ലയും എല്ലാം കൂടിയിട്ട്. പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ ചൂട് ടൈമിലാണെങ്കിൽ നല്ല കൂളിംഗ് എഫക്റ്റ് ആയിട്ട് അത്രയും ചെടികൾ മൊത്തം നിറഞ്ഞിട്ടുള്ളത്. വീടിൻ്റെ അകത്തടക്കം ചെടികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ചൂടിൻ്റെ പ്രശ്നം അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, AC ഇട്ട എഫക്റ്റ് ആയിരിക്കും ഇവിടത്തേക്ക്. അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് തന്നെ ഞാൻ അകത്ത് പോയി കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ ഈ ചായയൊക്കെ എടുത്തിട്ട് മെയിനായിട്ട് പുറത്തുനിന്ന് അയക്കാറ്. നല്ല പഴംപൊരിയും ഉള്ളിവടയും ഉണ്ട്. പുറത്തെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തിരിക്കുക, നല്ല ചായ കുടിക്കുക, അന്നേരം നമ്മളിടയ്ക്ക് നമ്മളെ വണ്ടി ഇങ്ങനെ നോക്കുക, വണ്ടീൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ നോക്കുക. അത് എന്താ പറയുക, ഈ വണ്ടി ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും ആ ഒരു ഫീൽ എന്ന് പറയാൻ അറിയില്ല. എന്നാലും നല്ല രസമായിട്ടാണ് ഈ ഒരു മഴയത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പുറത്ത് നോക്കി നല്ല ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. ഇനി ഈ പറഞ്ഞൊക്കെ ഷോ ആണ് നിങ്ങൾ കഴിക്കേണ്ടത്. എന്നാൽ പിന്നെ ഷോ തന്നെയാണ്, കാരണം ഞാനകത്തുനിന്നാണ് ചായ കുടിക്കാറ്. പിന്നെ ഈ വീഡിയോ എടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ മാത്രം ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഞാൻ പുറത്ത് പോയി ചായ കുടിക്കാറ്. എന്നാലും പുറത്ത് പോയി ചായ കുടിക്കുന്നത് നല്ല രസമാണ് മഴയത്ത്. വെയിലത്തൊക്കെയാണ് ഞാൻ അകത്തുനിന്ന് കയറി ചായ കുടിച്ച്, അല്ലെങ്കിൽ ചായ കുടിക്കാനേ ഞാൻ ഉണ്ടാവാറില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വീട്ടിലെ കണ്ടൻറ്റ് മാത്രം ഇട്ടിട്ട് വീഡിയോ ഇടാന്ന് വെച്ചേക്കുമ്പോഴാണ് ഈ ഇവന്മാരെ വിളിക്കുന്നത്. ഒരു സ്പോട്ടുണ്ട്, നല്ല ക്ലൈമറ്റാണ്. ഈ ഒരു ടൈം പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല
രസമുണ്ടാവും കാണാൻ എന്നല്ല പറഞ്ഞിട്ട് വിളിച്ചുണ്ടാകും കേട്ടോ. അങ്ങനെ ഈ വീഡിയോൻ്റെ കണ്ടൻറ്റ് മൊത്തം മാറി. ഞാൻ ഉദ്ദേശിച്ച ടൈറ്റിലും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനും എല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട്. കാരണം വീട്ടിലെ കാര്യങ്ങൾ മാത്രം ഇട്ടിട്ട് ഈ ഒരു വീഡിയോ ഇടാൻ പറ്റില്ല. അങ്ങനെ ഇതാ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി എങ്ങോട്ടൊക്കെ പോകുന്നതിനുള്ള ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ വണ്ടീൻ്റെ വീഡിയോസ് എടുക്കുക. അതേപോലെ തന്നെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നല്ല മലകളിലെല്ലാം ഇടുന്ന് നല്ല വ്യൂ ഉണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, വലിയ കിലോമീറ്റേഴ്സിൻ്റെ ഒരു 5-6 കിലോമീറ്ററുള്ള വീട്ടിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയത് കേട്ടോ. ഇതൊന്നുമല്ല കാഴ്ചകൾ, ബാക്കിയുള്ള കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പേ റോഡിൽ നിർത്തിയിട്ട് കുറച്ച് വണ്ടീൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ, വണ്ടി കണ്ടിട്ട് നോക്കി നിൽക്കാനായിട്ട്. ലൈസൻസാ അങ്ങനെ ഞാൻ ആദ്യമേ ചോദിച്ചതാണ്. പിന്നെ ഇവർ ബൈക്ക് എടുത്ത് പോകാമെന്ന് പറഞ്ഞതാണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു മൈൻഡ് സെറ്റ് ഇല്ല, എന്തായാലും ഉറങ്ങി എണീറ്റുകൊണ്ട് മഴയത്ത് പോകാമെന്നു. അപ്പോൾ ഇവർ ഇത്രയും ആളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കാണ് ഈ ഒരു വഴിയിലേക്കെല്ലാം പോകുന്നത്. കാരണം അത്യാവശ്യം ലോവർ ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ അടി എന്തായാലും തട്ടും. അതേപോലെ തന്നെ ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് ഈ കല്ലും മുള്ളും ഇങ്ങനത്തെ ഒന്ന് കയറി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അങ്ങനെ ഇവരോട് ചോദിച്ച് ഇവർ വലിയ പ്രശ്നമില്ലാതെ പോയി. അപ്പോൾ അവിടെ എത്തി. ഞാൻ നോക്കുമ്പോൾ ഇവർ ഇരുന്നിട്ട് പുറത്തെത്തിയിട്ട് ഞാൻ വണ്ടി നോക്കുമ്പോൾ ടയറും ബോഡിയും തമ്മിൽ അത്രേ ഗ്യാപ്പുള്ളൂ. നമ്മൾ ബോഡിയൊക്കെ വലിച്ചതാണ്, എന്നാലും കുറച്ച് തട്ടുന്ന പരിപാടി ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെക്ടിഫൈ ചെയ്യണം. ഞാൻ കുറച്ചും കൂടി ലോവർ ചെയ്യേണ്ട പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ ഇത്രയും ആൾക്കാരെടുത്തിട്ട് പോകാനേ പറ്റില്ല. അങ്ങനെ വണ്ടി നമ്മൾ സേഫായിട്ടൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്കിൽ നിന്ന് കുറച്ച് വീഡിയോസെല്ലാം ക്യാപ്ചർ ചെയ്ത് നമ്മളെ വ്ളോഗിന് വേണ്ടിയിട്ട് കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് ഇവരോട് കുറച്ച് തള്ളൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ സ്ഥലം എത്താനായിട്ടുണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിത് എന്താ പറയുക, കുറേ ടൂറിസ്റ്റ് സ്പോട്ടോ കാര്യങ്ങളൊന്നും അല്ല, ഇത് കുറച്ച് വീട്ടിൻ്റെ ഉള്ളിലോട്ടില്ല. അതുകൊണ്ട് അധികം ആർക്കും അറിയുന്നില്ല. എത്ര പേർക്ക് അറിയുന്നില്ല, ഈ ഒരു നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാൽ പോലും പുറത്തുള്ള അധികം ആർക്കും അറിയുന്നില്ല. ഇപ്പോൾ ഗൈസ് വെള്ളച്ചാട്ടത്തിലേക്ക് പോണു ഗൈസ്. അപ്പോൾ മുന്നേ ഇവിടെ പിള്ളേർ വന്നപ്പോൾ കുളിക്കാൻ പറ്റിയൊരവസ്ഥയായിരുന്നു. വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഒഴുക്കും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇപ്പോൾ ചെന്നെത്തുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല, കാരണം അത്രയും നല്ല ഒഴുക്കുണ്ട്. അത്യാവശ്യം വെള്ളം നല്ല ക്ലിയറും അല്ല, കാരണം ഇപ്പം മഴയൊന്ന് സ്റ്റോപ്പായി പിന്നെയും മഴ തുടങ്ങിയതുകൊണ്ട് തന്നെ വെള്ളം അത്ര ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ വെറുതെ കുളിക്കാൻ വന്നതെന്നല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടൊന്ന് എൻജോയ് ആക്കി പോകാമെന്നുള്ള മൈൻഡ് സെറ്റിൽ വന്നതാണ്. ഞാൻ ചുക്കാൻ വേണ്ടി
അങ്ങനെ അവിടെ എത്തി കുറച്ച് കോമഡി എല്ലാം നടന്ന് അതിനുശേഷം നിങ്ങൾ വിചാരിക്കണ്ടോ ഈ 3 പേര് എന്നപ്പോൾ ഇങ്ങനെ ബ്ലാക്കും ഇട്ട് കാറ്ററിങ്ങിനായിട്ടും പോയിട്ട് വന്നതാണ്. കാറ്ററിങ്ങിനൊന്നും പോയി വന്നതല്ല കേട്ടോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായൊരു സംഭവമാണ്. കാരണം നമ്മളെ ബോയ്സിൻ്റെ ഒരു ദേശീയ ഭക്ഷണം പോലെ തന്നെ ദേശീയ എന്താ പറയുക വസ്ത്രമാണല്ലോ നമ്മളെ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ നല്ല സ്കൂളിൽ പോകുന്ന പോലെ ഇതിൻ്റെ യൂണിഫോം ഇട്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് വിടുന്നതിന് മുമ്പ് 2 ചായ എല്ലാം കുടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, നല്ല മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതൊരു പാലമുണ്ട് ആദ്യം പൊട്ടിപ്പോയ പാലുണ്ട് കടക്കാലം പറ്റില്ല അപ്പുറത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മണ്ടനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോസ് മൊത്തം എന്താ പറയുക സിനിമാറ്റിക്കിൽ എടുക്കുന്നതിന് അവരെ സ്ലോ മോലായിപ്പോയി എടുത്തത്. അങ്ങനെ കുറേയെല്ലാം ഞാൻ സ്ലോ മോൽ നോർമലാക്കിയിട്ടുണ്ട്. പക്ഷേ വീഡിയോയുടെ ക്ലാരിറ്റി അത്യാവശ്യം ലോസ് ആയിട്ടുണ്ട്. ചൊപ്പയിലേ വരും. അങ്ങനെ ഈ സ്ഥലം വരുന്നത് കണ്ടംകുന്നാണ് കേട്ടോ. ആറങ്ങാട്ടേരി ആ ഒരു സൈഡൊക്കെ വരും. കുറച്ച് ഉള്ളിലോട്ട് പോകണം. അതുകൊണ്ട് റോഡ് സൈഡൊന്നും അല്ല. അതുകൊണ്ട് എന്താ പറയുക ലൊക്കേഷൻ ഇടാനൊന്നും എനിക്ക് പറയാൻ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പിടുത്തമില്ല കേട്ടോ. കാരണം നമ്മൾ ഉള്ളിലോട്ട് കുറച്ച് എന്താ പറയുക വേറെ ഒരു ചെറിയ വഴിയിലോട്ടൊക്കെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ മൂന്നാമ്പടി സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഉള്ളിലോട്ട് ആറങ്ങാട്ടേരി കണ്ടംകുന്ന് അങ്ങോട്ടേക്ക് കയറിക്കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാം കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടൊന്നും കാണണ്ട. അത്യാവശ്യം എന്താ പറയുക ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. നിങ്ങൾ ഈ ഒരു കൂത്തുപറമ്പ് സൈഡൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക കേട്ടോ. നമ്മളിങ്ങോട്ട് വരുന്ന വഴി നല്ല രസമായിട്ട്. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും ഈ സ്ഥലം. നമുക്കൊക്കെ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ പിന്നെ പിള്ളേർ മൊത്തം ഇവിടെയായിരിക്കും. നല്ല ഫുഡൊക്കെ അടിക്കാനും നല്ല ചായയൊക്കെ കുടിക്കാനും എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ച് നല്ലൊരു പിക്നിക്ക് പോലത്തെ സ്റ്റൈലിൽ ഇവിടെ വന്ന് കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ അടുത്ത പരിപാടി എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചായ മസ്റ്റാണ്. അപ്പോൾ ചായ കുടിക്കാൻ എവിടെ പോകുമെന്നാണ് നമ്മൾ അടുത്ത ചർച്ച. അതെങ്ങനെയായാലും ഉണ്ടാവും. കാരണം എപ്പോഴും സെയിം സ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ അതിൻ്റെ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോകുമ്പോഴുള്ള കാഴ്ചകളാട്ടെ ഇതല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോണ്ടിക്കൽ എന്തായാലും ഗൂഗിൾ പേയിലാണ് പൈസ ഉള്ളത്. പൈസ ഉണ്ടായതിൻ്റെയൊക്കെ ഫോണിൽ ചാർജ് ഇല്ല. വീഡിയോസ് എടുത്ത് ചാർജ് മൊത്തം ഡൗണായി. ഭാഗ്യത്തിന് ചാർജർ എടുത്തിട്ടുണ്ട്. ഫോണിൽ ചാർജർ എന്താ പറയുക യൂസ് ചെയ്യാനുള്ള പ്ലഗും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്യുക സ്കൂളിലേക്ക് വിടാമെന്ന് വെച്ച്. അങ്ങനെ നമ്മളെ മെയിൻ സ്പോട്ടായ നമ്മളെ തൊപ്പിലാണ്ടി സ്കൂളിലേക്കാണ് അടുത്ത വിടുന്നത്. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി പ്ലാൻ ചെയ്യണം. എപ്പോൾ ഈ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓരോ വീഡിയോൻ്റെ ഇടയിൽ ഓരോരാൾ വന്ന് കമൻറ്റ് ഇടുന്നു കേട്ടോ. എവിടെ നിന്ന് എടുത്ത് എങ്ങനെ പർച്ചേസ് ചെയ്ത് അത് ഇതൊക്കെ ചോദിച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യം എല്ലാ വീഡിയോസിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് DM ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിലൊന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഞാൻ സാധനം ഇറക്കിത്തരും. കാരണം നമ്മൾ തന്നെ ഇറക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കുറേ മോഡൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇറക്കിത്തരും. അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. 6500 ആ ഒരു റേഞ്ച് പൈസ വരുന്നുണ്ട്. അപ്പോൾ
പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ സാധനം നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും. എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരും. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ചായയും കുടിച്ച് നമ്മളെ വീട്ടിലേക്ക് വിടാൻ പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. ബൈ.